ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തിയാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഒരു കുർത്തി എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തത്. ഈ കുർത്തിക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരു 2.25 മീറ്ററൊക്കെ ഉണ്ടാവും. ഇതിന് താഴെയായിട്ട് ഒരു ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡർ താഴെ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് നീളത്തിൽ മടക്കിയെടുക്കാം. ഈ ബോർഡർ താഴെ വരുന്ന രീതിയിലാണ് മടക്കേണ്ടത്. അപ്പോൾ മടക്കി വരുമ്പോൾ നമുക്ക് വിടുത്ത് വരുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. 14 ഇഞ്ച് വിടുത്തിൽ മടക്കിയെടുത്താൽ മതി. എല്ലാ ഭാഗവും ഇങ്ങനെ 14 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കിയെടുക്കുക. അപ്പുറത്തേക്ക് ബാക്കിയുള്ള ഭാഗം അവിടെ നിന്നോട്ടെ. നമുക്ക് ഫസ്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം. നെക്ക് ഷോൾഡർ മുതൽ താഴെ വരെ 3 ഇഞ്ച് ബാക്കിലെ നെക്കാണ് കേട്ടോ ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. അതേപോലെ നെക്കിൻ്റെ വിടുത്തും 3 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ വിടുത്തും 3 ഇഞ്ച് കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് 3.25 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് വിടുത്തായതുകൊണ്ടാണ് 3.25 ഇഞ്ച് ഷോൾഡർ എടുത്തത്. അല്ലെങ്കിൽ 2.5 എടുക്കുകയാണെങ്കിൽ 4 ഇഞ്ച് ഷോൾഡറൊക്കെ എടുക്കുക. പിന്നെ കൈക്കുഴി നമ്മൾ 7.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കൈക്കുഴി 7.5 ഇഞ്ച്. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുക്കുക. കൈക്കുഴിൻ്റെ ആ ഭാഗത്ത് തന്നെ ചെസ്റ്റിൻ്റെ അളവെടുക്കുക. 12 ഇഞ്ചാണ് കേട്ടോ അളവെടുക്കുന്നത്. നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വരുമ്പം അതിൻ്റെ അളവൊക്കെ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് 12 ഇഞ്ചിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തേക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ 12 ഇഞ്ച് അളവെടുത്തില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഓപ്പണിൻ്റെ ഭാഗം 14 ഇഞ്ചിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 14 ഇഞ്ച്. അങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം 3 ഇഞ്ച് ലെങ്ത്തുള്ള കഴുത്ത്, 3 ഇഞ്ച് വിടുത്തുമാണല്ലോ കഴുത്തുള്ളത്, അതങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് കൈക്കുഴിൻ്റെ ആ വരയിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് താഴെ വരെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ആ നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് താഴ്ത്തി വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രം ഒരു 2 ഇഞ്ച്, 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ താഴ്ത്തി വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടോപ്പൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബാലൻസ് വരുന്ന ഒരു പീസ് ഉണ്ട്. ഈ ബോർഡർ ചെറിയൊരു ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഈ ബോർഡർ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2ആയിട്ട് കട്ട് ചെയ്യാണ്. നമുക്ക് കഴുത്തിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പീസ് മാത്രം കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ബ്ലൂ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ ബട്ടൺസ് പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത് നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഓരോ ഇഞ്ച്, 1.5 ഇഞ്ച് അങ്ങനെ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ബട്ടൺസ് ഉണ്ടാക്കിയത് അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ പീസുമേ വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 5 എണ്ണമാണ് ആകെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിലൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്ച്ചെടുത്തത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പീസുമ്മേൽ ഈ ബട്ടണൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റേ പീസ് ഉണ്ടല്ലോ, നമ്മൾ 2 പീസ് വെച്ചിരുന്നല്ലോ, ആ പീസ് ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ട് ഇപ്പുറത്തേക്കൊന്ന് തയ്ച്ചെടുത്താൽ മതി. അകം വശം മാത്രം ഒന്ന് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഭാഗത്ത് ഈ ബട്ടൺസൊക്കെ കറക്റ്റായിട്ട് വന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര ബട്ടൺസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ടാണ് തയ്ച്ചെടുത്തത്. അങ്ങനെ നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഈ പീസ് നമ്മൾ ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്താണ് വെക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ നീല ഭാഗം ഉണ്ടല്ലോ, ഈ നീല പ്രിൻ്റുള്ള ഭാഗം, അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഒരു നീഡിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ താഴ്ഭാഗം ഒന്ന് മടക്കി ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. 2 സൈഡും ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ 2 സൈഡും പിന്നെ താഴ്ഭാഗവും ഒക്കെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കഴുത്തിൽ ആ പീസൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സ്ട്രാ വരുന്നൊരു ഭാഗം ഉണ്ടാവും. നമ്മൾ ഈ കഴുത്ത് തയ്ച്ചതിന് ശേഷം ആ നെക്കിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിയല്ലോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, അതേ അളവിൽ ഈ നമ്മൾ എക്സ്ട്രാ വെച്ച ആ പീസൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലാണ് ശരിക്കും നെക്കായിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തത് കഴുത്ത് തയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തതിന് ശേഷം ഈ ടോപ്പിൻ്റെ പീസ് നല്ല ഭാഗവും
പിന്നെ ഈ പീസിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്തൂടെ ഇങ്ങനെ കഴുത്തിന് അടുത്ത് തന്നെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ബാലൻസ് വരുന്ന ആ പീസ് ഉണ്ടല്ലോ, നമ്മൾ യൂനെക്ക് തയ്ച്ചതിന് ശേഷം വരുന്നത് ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ ലൈനിങ്ങിൻ്റെ പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ഈ തയ്ച്ചതിന് അടുത്ത് കൂടെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ തയ്ച്ച നൂലുമ്മ തട്ടരുത്, അല്ലാതെ ചെറിയ കട്ടിങ് ഇട്ട് റൗണ്ടിൽ കട്ടിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് യൂനെക്ക് കറക്റ്റായിട്ട് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റായിട്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കഴുത്തിൻ്റെ അരികിൽ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ നെക്കൊക്കെ തയ്ച്ച് കഴിഞ്ഞു. നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ബാക്കിലെ പീസ് എടുത്തിട്ട് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 ഷോൾഡറും 2 സ്റ്റിച്ചിലൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനത് വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയമൊക്കെ വരുന്നത്. അങ്ങനെ നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടോപ്പിൻ്റെ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഒരു 15.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 15.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. നമുക്ക് കുറച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് എത്രയാണോ ഇറക്കം ആവശ്യമുള്ളത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആകെ എടുക്കുന്നത് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 15.5 ഇഞ്ചിൽ നമ്മളിത് ലെങ്ത്ത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആ ഷോൾഡർ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗവും പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ബോഡി പാർട്ടിൻ്റെ ഭാഗം, അതും കൂടി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് തയ്ച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. 2 സൈഡിലേക്കും തയ്ച്ച് കൊടുത്തതിന് ശേഷം കൈയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ എൻഡിലൊന്ന് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയും നല്ല നീളമുള്ളൊരു പീസാണ് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ചെറിയ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡൊന്ന് മടക്കി തയ്ക്കണ്ടേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻഡ് മടക്കി തയ്ച്ചതിന് ശേഷം 2 പീസും എടുത്തിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ എൻഡിൽ വെക്കാനായിട്ട്. നമ്മൾ ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭാഗം 2 ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വരുന്ന രീതിയിൽ ഈ ചീത്ത ഭാഗത്താണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് 2 കൈയിനും ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ലീവൊക്കെ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ബാക്കിലെ നെക്ക് ഉണ്ടല്ലോ, ആ നെക്കിൻ്റെ ഭാഗത്ത് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ടിരുന്നല്ലോ, ആ തയ്യൽ തുമ്പിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ക്രോസ് പീസ് മടക്കിയിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ബാക്കിലെ നെക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഈ തയ്ച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഒരു ക്രോസ് പീസ് എടുക്കുമ്പോൾ കുറച്ച് നീളത്തിലെടുക്കുമല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ നെക്കിന് കട്ട് ചെയ്ത പോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ആ തയ്ച്ച അയിമൽ തട്ടാതെ, ആ നൂലുമ്മൽ തട്ടാതെ നമ്മൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചിട്ട് മടക്കി തയ്ക്കുക. പിന്നെ നമ്മൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ചീത്ത ഭാഗത്താണ് നമ്മളിത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 20 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ അളവ് 20 ഇഞ്ച്. തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്, എന്നാലും ഞാൻ ചെസ്റ്റിൻ്റെ അളവ് 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ അരവണ്ണം എടുക്കുന്നത് 18 ഇഞ്ചാണ്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. 18 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഓപ്പൺ ഇടാനുള്ള ഭാഗമുണ്ടല്ലോ, നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം, അത് കൈക്കുയിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്താൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഈ എത്രയാണോ വേണ്ടത് 14 ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ കൈക്കുയിൻ്റെ അവിടെ നിന്ന് 14 ഇഞ്ച്. ചിലരൊക്കെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് അളവെടുക്കും ഈ സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കൈക്കുയിൻ്റെ ഭാഗത്തുനിന്ന് 14 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. ഇനി 14 ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് നമ്മൾക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗമുണ്ട്, നമ്മളെ ഹിപ്പിൻ്റെ ഭാഗം, അത് ഞാൻ അടയാളപ്പെടുന്നത് 23 ഇഞ്ചാണ് കേട്ടോ. 14 ഇഞ്ച് വരുന്ന അവിടെയാണ് 23 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം കൈയിൻ്റെ ആ ഭാഗത്തൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. കൈയിൻ്റെ ആ എൻഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ചെസ്റ്റിൻ്റെ അതിലൂടെ വന്നിട്ട് പിന്നെ നമ്മളെ
ആ ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഓപ്പണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതുവരെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ 2 സ്റ്റിച്ചിൽ 2 സൈഡിലും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഓപ്പണ് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ആ തയ്യൽ തുമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ 20 ഇഞ്ച് ചെസ്റ്റും 18 ഇഞ്ച് വേസ്റ്റൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ തയ്ച്ചത്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് ഓപ്പൺ എങ്ങനെ തയ്ക്കാൻ നോക്കാം. താഴ്ഭാഗത്തു നിന്നാണ് കേട്ടോ ഓപ്പൺ തയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു മടക്ക് കിട്ടും. വീണ്ടും ഒന്നുകൂടെ മടക്കുക. താഴ്ഭാഗത്തു നിന്ന് നമ്മൾ ആ ഹിപ്പ് ഉണ്ടല്ലോ, ആ ഓപ്പണിൻ്റെ വരെ നമ്മൾ വെച്ചില്ലേ, 14 ഇഞ്ചിൽ വെച്ചില്ലേ, അതുവരെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പൺ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും കറക്റ്റായിട്ട് ഓപ്പൺ കിട്ടും. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീഡിലൊക്കെ കുത്തിയിട്ടൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനെ നൂലിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ മടക്ക് ഒരു 3/4 ഇഞ്ചിലൊക്കെ ഒന്ന് മടക്കുക. പിന്നെ അല്ലെങ്കിൽ തയ്യൽ തുമ്പ് കുറച്ചിട്ട് വേണമെങ്കിൽ 1/2 ഇഞ്ചിലൊക്കെ മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. ഓപ്പണിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അതുവരെ ഇങ്ങനെ നേരെ തയ്ച്ചെടുത്തിട്ട് പിന്നെ സൂചി കുത്തിയതിന് ശേഷം അടുത്തത് വീണ്ടും മടക്കിയിട്ട് മറ്റേ സൈഡും തയ്ക്കണമല്ലോ, അതേപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. വീണ്ടും അവിടെ സൂചി കുത്തുക. സൂചി കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഫൂട്ട് പൊക്കിയാൽ മതി. എന്നിട്ടാണ് നമ്മളിത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡും ഓപ്പൺ ഇങ്ങനെ ഇതേപോലെ നീളത്തിൽ തയ്ച്ചു കൊടുക്കുക കേട്ടോ. തയ്യൽ പഠിക്കാൻ തുടങ്ങുന്നവരൊക്കെ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ലൈനിങ് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ സ്ലിറ്റൊക്കെ ഓപ്പണൊക്കെ മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് മടക്കാനൊക്കെ കഴിയും. നമ്മൾ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ടോപ്പ് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ സ്ലീവിന് ഇങ്ങനെ ഞെറിവൊക്കെ കൊടുത്തിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.